PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും LP-UP ഇന്റർവ്യൂകളിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പൂർണ്ണമായും കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർ ഇതറിഞ്ഞ് മാത്രം ഇൻ്റർവ്യൂവിന് പോവുക എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തും ഇപ്പോൾ ചെറിയ ചെറിയ എക്സാമുകൾ, PSC അല്ലാതെ തന്നെ ഒരുപാട് എക്സാമുകൾ നടക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ എഴുതിയ പല എക്സാമിലും ചോദിച്ച ചോദ്യമാണ് ഇൻക്ലൂസീവും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡും. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ രണ്ടും ഒന്നാണ് എന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അഥവാ സംയോജിത വിദ്യാഭ്യാസം, ഇത് വിദ്യാഭ്യാസത്തിൽ പ്രത്യേക വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ് സംയോജിത വിദ്യാഭ്യാസം. സംയോജിത വിദ്യാഭ്യാസമാണ് മുമ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിലനിന്നിരുന്നത്. ഇത് കുട്ടികളെ ഇതുപോലെ തന്നെ വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരികപരമായിട്ടൊക്കെയുള്ള കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് സംയോജിത വിദ്യാഭ്യാസത്തിലൂടെ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിൽ ഇരുന്ന് പഠിക്കുക, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് ടീച്ചർമാരുടെ സഹായത്തോടു കൂടി പഠിക്കുക എന്നുള്ളൊരു ഐഡിയയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അഥവാ സംയോജിത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഗവൺമെൻറ് മുൻതൂക്കം നൽകുന്നത്. അതായത് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരികയും ഈ കുട്ടികളെ സാധാരണ ക്ലാസ് മുറികളിൽ സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസത്തിൽ ഗവൺമെൻറ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കുട്ടികൾ 3 തരത്തിലുണ്ട്. ഇവർ മൈൽഡായിട്ട്, അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടും ഹൈ, ഇങ്ങനെ 3 തരത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ചിലർ വളരെ നിസ്സാര പ്രശ്നങ്ങൾ മാത്രമുള്ള കുട്ടികളാണ് മൈൽഡ് കാറ്റഗറിയിൽ വിടുന്നത്. രണ്ടാമത്തത് മോഡറേറ്റ് കാറ്റഗറിയിൽ, അത് കുറച്ചുകൂടി ഇത്തിരി സീരിയസ് ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ അവരെ ഉൾക്കൊള്ളിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് ഹൈ ആയിട്ടുള്ള ഒരു പ്രശ്നമുള്ള കുട്ടികൾ. അവരെ മാത്രമാണ് ക്ലാസ്സിൽ പൊതുവിദ്യാലയങ്ങളിൽ നിർബന്ധപൂർവ്വം ചേർക്കണം എന്ന് പറയാത്തത്. അവർക്കായിട്ട് സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ്സ് സ്കൂളുകളൊക്കെ ഉണ്ട്. ഇവിടെ ചേർക്കാം. അവർ ഇവിടെ ഫിറ്റാണ്, അതായത് ക്ലാസ്സുകളിൽ ഇരിക്കാൻ കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ശല്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉൾപ്പെടുത്താം. എങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടി നല്ലത് മികച്ച സ്കൂളുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കൂളുകളോ ബഡ്സ് സ്കൂളുകളോ ആയിരിക്കും. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ്, റിസോഴ്സ് ടീച്ചേഴ്സ് അവിടെ ഉണ്ടാകും. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നൈപുണികൾ, എന്താണ് അവരുടെ കഴിവെന്ന് അറിഞ്ഞ് അവരെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. അത് ചിലപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ ലഭിച്ചു എന്ന് വരില്ല. പൊതുവിദ്യാലയങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് പോലെയുള്ള പഠന രീതി മാത്രമേ നടക്കുകയുള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമായ ഒരു പ്രത്യേക നൈപുണ്യം അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് റൂമിൽ അത് ഫുൾ ടൈം അപ്ലിക്കബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഹൈ ലെവലിലുള്ള കുട്ടികളെ മാത്രം പഠിച്ച സ്കൂളുകളിലോ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ സ്കൂളുകളിലോ മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യമാണ്. സംയോജിത വിദ്യാഭ്യാസം എന്നതും അതുപോലെ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്നതും രണ്ടാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് സംയോജിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം നമ്മുടെ ക്ലാസ് റൂമിൽ ഉള്ളിൽ ഈ പ്രശ്നമുള്ള എന്തെങ്കിലും ഭിന്നശേഷി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നമുള്ള കുട്ടികളെ ഉൾച്ചേർന്നുള്ളൊരു വിദ്യാഭ്യാസമാണ്. സംയോജിതം അവർ നമ്മുടെ സ്കൂളിൽ വരുന്നു എന്നേ ഉള്ളൂ, ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തുന്നില്ല. അവർക്ക് വേറൊരു ക്ലാസ് റൂം നൽകി അവരെ സ്കൂളിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയയാണ് സംയോജിത വിദ്യാഭ്യാസത്തിൽ വരുന്നത്. ഈ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ എന്ന് ഞാൻ കരുതുന്നു. നന്ദി.